ഞങ്ങളൊരു സാധനത്തിന് മേടിച്ചു വന്നിട്ടുണ്ട്. അതിന്റെ വില എന്ന് പറയുമ്പോൾ ഏകദേശം 35,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ഇതിനെ കൊണ്ടുപോകുമ്പോഴേക്ക് ഈ കൂട്ടിലിട്ടാണ് കൊണ്ടുവന്നത്, വേറെ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വെറൈറ്റി സാധനം, ഒരു കഴുകൻ കുഞ്ഞ്. വേണ്ട, നമ്മളിന്നൊരു കിളീനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പുറകിൽ ഇരിപ്പുണ്ട്. അതിന്റെ വില എന്ന് പറയുമ്പോൾ ഏകദേശം 35,000 രൂപയാണ്. വിലയല്ല, അതിന്റെ വെറൈറ്റി സാധനമാണ്, കാണാത്ത സാധനം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കിളി. അപ്പൊ നമ്മുടെ കിളിക്കൂട്ടിൽ ഈ ഒരു സാധനത്തിന് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര വെറൈറ്റി ആയിരിക്കും. അപ്പൊ ഞങ്ങൾ അതിനെ മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും വണ്ടിയുടെ പുറകിൽ ഇരിക്കുന്നത്. നമ്മൾ വീട്ടിലോട്ട് എത്തി. ആരും പുറത്തിരിപ്പില്ല. നമ്മൾ വില ഇപ്പോൾ വീട്ടിൽ പറയുന്നില്ല കേട്ടോ. നമ്മൾ വിലയായിട്ട് അവസാനം പറയുന്നുള്ളൂ. അമ്മ ഉറക്കമാണോ? ഞങ്ങളിന്നൊരു സാധനത്തിന് മേടിച്ചു വന്നിട്ടുണ്ട്. വെറൈറ്റി സാധനം, ഒരു കഴുകൻ കുഞ്ഞ്. നമ്മളിന്നൊരു കഴുകൻ കുഞ്ഞിനെ മേടിച്ചു വന്നിട്ടുണ്ട്. അവർ വിശ്വസിക്കുന്നില്ല കഴുകൻ കുഞ്ഞാന്ന് പറഞ്ഞിട്ട്. മമ്മിയെ അല്ലേ, പോക്കറ്റ് കഴുകനല്ലേ, പോക്കറ്റ് കഴുകൻ. അപ്പോൾ മമ്മി നല്ല ഉറക്കത്തിൽ എണീറ്റ് വരുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങളൊരു കഴുകൻ കുഞ്ഞിനെ മേടിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മുടെ വീട്ടിൽ ഒത്തിരി ഫാമിലി ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്, കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ വരുന്ന എവിടെയെന്ന് നമുക്കറിയത്തില്ല, നമ്മൾ എവിടേക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. ശരിക്കും നിങ്ങൾ ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഒരാളായിരിക്കും വരുന്നത്, പക്ഷേ ഇങ്ങനെ ദിവസം ഇങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നിരിക്കുമ്പോൾ ഈ കൊറോണയുടെ സിറ്റുവേഷൻ അത് ഒരിക്കലും ശരിയല്ല, അത് ഒരിക്കലും നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദയവ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനകത്ത് നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ പോലും ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ടെൻഷനാണ്. നമ്മളായിട്ട് വെറുതെ എന്തിനാണ് നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെ സമാധാനം കളയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് അതൊന്ന് മനസ്സിൽ വിചാരിക്കുക, കുറച്ച് മച്ചുവറായിട്ട് നമ്മൾ പെരുമാറുക കേട്ടോ. അപ്പോൾ നമ്മൾ കിളീനെ എടുക്കാൻ വേണ്ടി പോകണം, കഴുകൻ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി പോവാണ്. നോക്കരുതോ, കണ്ടോ ചേച്ചി? അപ്പൊ എന്തി നോക്കാതെ തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇത് കണ്ടിട്ട് പറഞ്ഞു അവര് മേടിക്കുന്നത്. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മാത്രം ജസ്റ്റ് ഇത് എന്താണെന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവിൻ സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മൾ എവിടെ പോകുന്ന വെച്ചാൽ നമ്മൾ കോട്ടയത്തുള്ള ഒരു പെറ്റ് ഷോപ്പിൽ പോവാണ്. അവിടെ 35,000 രൂപയുടെ ഒരു കിളി വന്നിട്ടുണ്ടെന്ന് വിളിച്ചോ. നമ്മൾ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിളീനെ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള കിളിയാണ് കേട്ടോ. എനിക്ക് ഫോട്ടോ കണ്ടു, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതേ നമുക്കിവിടെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് പാർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. കടയിലേക്ക് നമ്മൾ കയറുവാണ്. പക്ഷേ നമ്മൾ അതിന് മുമ്പുണ്ടല്ലോ താടിയുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ താടി വളർത്തിയിട്ടുണ്ടല്ലോ, നമ്മൾ ഒത്തിരി യാത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും ശരിക്കും പറയാം നമ്മുടെ താടിയുടെ ഇടയ്ക്ക് ഒത്തിരി പൊടിയും ചെളിയൊക്കെ കയറി ഇരുന്നിട്ട് ശരിക്കും ഇതിന്റെ ഒരു ഹെൽത്തിനെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതുപോലെ നമ്മുടെ താടിയൊക്കെ നന്നായിട്ട് വളരാനുള്ള 2 പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൂസ്റ്റാക്കിന്റെ ബിയർഡ് വാഷ് ആണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് താടിയൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒത്തിരി യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പൊടിയും ചെളിയൊക്കെ കയറി ഇരിക്കുവാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നമ്മുടെ ബിയർഡ് കഴുകുവാണെങ്കിൽ നല്ല രീതിക്ക് വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മുടെ താടി ഉണ്ടല്ലോ നല്ല സ്മൂത്ത് ആകും, നല്ല സിൽക്കി ആകും, കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരിക്കും. താടി വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും മൂസ്റ്റാക്കിന്റെ ഈ ബിയർഡ് ഗ്രോത്ത് ഓയിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളിത് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് താടിയൊക്കെ വരും. നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ ഇച്ചിരി ഫിൽ അല്ലായിരുന്നു നേരത്തെ. അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിൽ കവേർഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്റെ ഇതിന് മുമ്പത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ മൂസ്റ്റാക്കിന്റെ ബിയർഡ് ഗ്രോത്ത് ഓയിൽ 2 തുള്ളി എടുത്തിട്ട് നമ്മുടെ താടിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെറുതെ മസാജ് ചെയ്തപ്പോൾ നമ്മുടെ താടിയുടെ അകത്തൂടെ നമ്മുടെ വിരൽ അറ്റാക്കി ഇട്ട് നന്നായിട്ടൊന്ന് കുത്തി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴേക്ക് 100% ആയുർവേദിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു പ്രോഡക്റ്റിൽ അവർ സൾഫൈഡും പാരഫിനും ഒന്നും യൂസ് ചെയ്തില്ല. അവർ 100% നാച്ചുറൽ ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കേദർ വുഡ് ഓയിലും ജോർജിൻ ഓയിലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിങ്ങോ ചൊറിച്ചിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ നോക്കേ വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താടിയുള്ള ലുക്കും താടി ഇല്ലാത്ത ലുക്കും ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ. താടി ഉള്ളവർക്കും താടി വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഈ 2 പ്രോഡക്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ കടയിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ കടയിലേക്ക് കയറുവാണ്. ഞാൻ കിളീനെ കാണിച്ചു തരാം. അടിപൊളി വന്നിട്ടുണ്ട്. അതാണോ? ഏതാ? ഓ, നമ്മൾ വിചാരിച്ച പോലെയല്ല ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ അത്രയും ചെറിയ കിളിയല്ല. വരുന്നതിന് മുമ്പ് സെവിച്ചൻ എന്നോട് പറഞ്ഞത് നമ്മുടെ ലവ് ബേർഡ്സിന്റെ അകത്തൊക്കെ അത്ര കാണുള്ളൂ, നോർമൽ ലവ് ബേർഡ്സ്. ഞാനും വിചാരിച്ചിരുന്നത് അങ്ങനെ. ഞാനും വിചാരിച്ചത് നമ്മുടെ ലവ് ബേർഡ്സിന്റെ ഒക്കെ അത്ര വലിപ്പമുള്ളതാണ്. പക്ഷേ എൻ്റെ ഗൈസ് ഇത് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്ന കിളി. ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ലവ് ബേർഡ്സിന്റെ ഒക്കെ അത്രയും വലിപ്പം ഉള്ളായിരിക്കുമെന്നാണ്. പക്ഷേ ലവ് ബേർഡ്സിന്റെ വലിപ്പമല്ല. മാർക്ക് നമ്മുടെ സൺകുണൂറില്ലേ, സൺകുണൂറിനേക്കാളും വലിപ്പമുണ്ട്. ഇതിൻ്റെ ദേഹത്തുള്ള കളറുകൾ നിങ്ങൾ നോക്കിയേ. ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് ഞാനിപ്പോൾ നേരെ നോക്കിയിട്ട് റെഡ് കാണുന്നുണ്ട്, ബ്ലൂ കാണുന്നുണ്ട്, യെല്ലോ കാണുന്നുണ്ട്, ഗ്രീൻ കാണുന്നുണ്ട്, ഒരു ആകാശനീല കാണുന്നുണ്ട്. മൾട്ടി കളറാണ് കേട്ടോ. വൈറ്റ് ഉണ്ട്. അടിപൊളി ഗൈസ്. ഇതിന് നമ്മുടെ കിളിക്കൂട്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ വെറൈറ്റി ആയിരിക്കും. ശരിക്കും മനാഫിയാരുടെ എൻ്റെ അടുത്ത് കിളി അടിപൊളിയാന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ ഒക്കെ വലിപ്പമുള്ളതാണ്. ഇത് ഫുള്ളി ആണോ? ഇത് മൊത്തം വലിപ്പമായതാണോ? ഷൂൾ അടിച്ചാൽ തിരികെ ഷൂൾ അടിക്കും കേട്ടോ. ഓ, നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റത്തില്ലായിരിക്കും. ചേട്ടൻ ഷൂളം അടിക്കുമ്പോഴേക്കും അവന്മാർ തിരിച്ച് അവിടെ നിന്ന് ഷൂളം അടിക്കുന്നുണ്ട് കേട്ടോ.
അടിപൊളി. എനിക്ക് നമ്മുടെ കിളിക്കൂട്ടി കൊണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പേടിയൊക്കെ മാറുമായിരിക്കും. നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു, നല്ല അടിപൊളിയാണ്. പിടിച്ചാൽ ഭയങ്കരമായിട്ട് സുഖമായിരിക്കും. നമ്മുടെ കൈ വരും അത്ര ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ ബ്രീഡിന്റെ കാര്യമൊക്കെ പറഞ്ഞേട്ടാ. ഇത് റോസലാണ്, ഇത് ഗോൾഡൻ മാൻഡിൽ എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഓക്കെ. ഇതിന്റെ വില എത്രയാണ്? ഇതിന് 35 രൂപ. 35 രൂപ. അടിപൊളി. ആ വിലക്കുള്ള ഉണ്ട് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ കിളിക്കൂടി കൊണ്ടിരിക്കുന്ന വെറൈറ്റി ആയിരിക്കും. അതെ. കാരണം ഇതുങ്ങളെ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാം ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്. നമ്മളിപ്പോ ഇതിനെ കൊണ്ടുപോകുമ്പോഴേക്ക് ഈ കൂട്ടിലിട്ടാണ് കൊണ്ടുവന്നത്, വേറെ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി. അങ്ങനെയാണ് ഞാൻ കൂടെ എടുത്തോണ്ടിരാം കേട്ടോ. ഇത് മെയില്, മറ്റേത് ഫീമെയിലും. അതായത് മെയിലിന് വലിപ്പം കൂടുതലാണ് കേട്ടോ, ഫീമെയിലിന് വലിപ്പം കുറവാണ്. ഓ, ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ഇതിനെ പിടിച്ചാൽ കടിക്കോ? നേരത്തെ ഇത്രയും നല്ല പേടി പോയല്ലേ? അപ്പൊ ഞാൻ എന്തായാലും കവർ എടുത്തോണ്ടിരാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവന്മാരെ ഇപ്പൊ നമ്മള് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോൾ കിളിനെ മേടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു കൂടെ കൊണ്ടുവരും കേട്ടോ. അതാകുമ്പോഴേക്കും അവന്മാരെ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇതായിട്ടാ. ഓ, മെയിലിന് ഒരു ആദ്യം ഉണ്ടല്ലേ? ഇവന്റെ നടത്ത് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇവൻ പയ്യൊക്കെ നടക്കുന്നത്. ആളിപ്പോൾ ഇച്ചിരി പേടിച്ചിരിക്കുവാണ്. ഞാൻ അധികം അടുത്തോട്ട് പോകുന്നില്ല. മൊത്തത്തിൽ അവന്മാർ ഭയങ്കര രസമാണ് കേട്ടോ. ചൂടടിക്കുന്നുണ്ടല്ലേ? അടിപൊളി. ചേട്ടൻ അവനെ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇവന്മാർ പിടിക്കുമ്പോഴേക്കും നല്ല കടി കടിക്കും കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നല്ല കടി കിട്ടും. ഓ, അത്രയും കടിയില്ലല്ലേ? ആണല്ലേ? ചേട്ടൻ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് കണ്ട് പേടിയാണ്. അവൻ അത്രയും കടിയില്ല. ആ, വലിയ കാര്യം ആണല്ലേ? അപ്പൊ നമ്മൾ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട്. ഇത് മെയിലല്ലേ? അപ്പൊ ചേട്ടൻ മെയിലിനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഫീമെയിലിനോട് പിടിക്കാം കേട്ടോ. ഫീമെയിലിന് വലിപ്പം തീരെ കുറവാണ്. ഇവന്മാരെല്ലാം പേടിച്ചിരിക്കും ഇവിടെ. അടിപൊളി. ഇവന്മാരെ പിടിക്കാൻ ഒരു ഇച്ചിരി കഷ്ടപ്പാടാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. കറക്റ്റായിട്ട് പിടുത്തം കിട്ടണം. വലിയ വേദനപ്പിക്കുന്ന അടിയില്ലല്ലേ? അടിപൊളി. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കിളി ആയതുകൊണ്ട് നമുക്ക് കെട്ടിക്കൊണ്ട് പോകാം. കാരണം ഇവന്മാരെ അവിടെ ചെല്ലുമ്പോൾ ഇല്ലാത്ത റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഓ, ഫാൻറ്റയിൽ വന്നിട്ടുണ്ടല്ലേ? കോഴിക്കാർപ്പിന്റെ ഫാൻറ്റയിൽ മിൽക്കി വൈറ്റ് കിടപ്പുണ്ടോ? അടിപൊളി. ഇതുകൊണ്ടല്ലോ രസമാണല്ലോ. ചേട്ടനാണെങ്കിൽ ഒരു നൂൽക്കമ്പി ഇട്ടത് കെട്ടുവാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ റിസ്ക് ആണ്. ഓ, സേഫ് അല്ലേ ഏട്ടാ? ഇതിന് ഈ കളർ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ തന്നെ വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. റോസലയുടെ തന്നെ വേറെ വെറൈറ്റികളുണ്ട്. ഈ കളർ പോലത്തെ എന്റെ അമ്മ അടിപൊളി. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഫസ്റ്റ് ഇവന്മാരെ കൊണ്ടിട്ട് അത് പുറകെ നമുക്ക് പറ്റുവാണെങ്കിൽ അടുത്തേക്ക് മേടിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ആയിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ചേട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടോ. പോയേക്കോ. അപ്പോൾ ഇവന്മാർക്ക് ഈ പറഞ്ഞ വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ നേരെ എടുത്ത് വണ്ടിക്കകത്തോട് വെക്കാം. ശരിക്കും ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ തന്നെ കളറിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര രസമുള്ള കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവന്മാർ സേഫ് ആയിട്ട് വണ്ടിയുടെ പുറകിലേക്ക് വെക്കാം. നമ്മൾ സീറ്റയിൽ പത്രപേപ്പർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ട് പോവാണ്. അവന്മാർക്ക് വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ വെച്ചാൽ? വലിയ പേടിയൊന്നും ഇല്ലല്ലേ? നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും മമ്മിയും പപ്പയും ഞെട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം ഞാൻ കിളിനെ മേടിക്കുന്ന കാര്യം ഒന്നാമത്തെ കാര്യം പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കിളിനെ അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു ലവ് ബേർഡ്സിന്റെ അത്രയും വലിപ്പം ഉള്ളതാണ് വിചാരിച്ചു. പിന്നെ ഇത്രയും ബ്രൈറ്റ് കളറാണ് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ഇവന്മാരെ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് അഴിച്ചു വിടാം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ നമ്മുടെ കിളിനെ. അപ്പോൾ ഇവരെ കണ്ടിട്ടില്ല. നമ്മൾ അഴിക്കാൻ വേണ്ടി പോവാണ്. അടുത്തേക്ക് ഞെട്ടരുത്. ഉറപ്പല്ലേ? ചാടി വീഴും. ഇതുണ്ടോ? ഇതാണ് റോസല്ല എന്ന് പറഞ്ഞൊരു കിളിയായത്. ഇതുണ്ടോ? ഇതിന്റെ കളർ കണ്ടോ? ഇങ്ങനത്തെ കിളിനെ കണ്ടോ? ഇത് അത്യാവശ്യം ഇത് ഇണങ്ങിയതല്ല, എന്നാലും വലിയ പേടിയില്ല. ഇതൊരു പേരാ. ഇത് മെയില്, ഈ തടിയൻ ചെറുത് ഫീമെയിൽ. അപ്പൊ നമ്മൾ ഇവന്മാർ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് അഴിച്ചു വിടാൻ വേണ്ടി പോകണം. പിടിച്ചാൽ കടി കിട്ടുവാണെങ്കിൽ കടി മേടിച്ചോന്നേ ഉള്ളൂ. എല്ലാവരും കയറിക്കോ. അപ്പൊ നമ്മുടെ റോസല്ലാനായിട്ട് നമ്മൾ അകത്തേക്ക് കയറുവാണ്. നമ്മുടെ കിളിക്കൂട്ടിലെ ഇപ്പൊ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കിളി ഏതാന്ന് ചോദിച്ചാൽ ഇത്രയും നാൾ പാരഡൈസ് വൈദ്യായിരുന്നു. ഇനി ഇപ്പൊ ഇവന്മാരായിരിക്കും കിളിക്കൂട്ടിലെ ഏറ്റവും വെറൈറ്റി. ചോട്ടുമോട്ട് ഇവിടെ നമ്മുടെ മോട്ടോ അവിടെ ഇരിപ്പുണ്ട്. ചോട്ട് അപ്പുറം എവിടെയോ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ റോസലിനെ അഴിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെയുണ്ടല്ലോ നമ്മൾ ശനിയാഴ്ച ഒരു സ്പെഷ്യൽ വീഡിയോ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കിളിക്കൂടിന്റെ ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടൊരു കാര്യം A to Z ഫുൾ ഒരു വീഡിയോ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് നാളെ ആ വീഡിയോ ഇടാം കേട്ടോ. ഇവർ അഴിക്കുന്നതിന് മുമ്പ് ഇതാരെ പിടിക്കുന്നത് എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. അവർ പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇതിന്റെ പ്രൈസ് വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാമോ? 15 രൂപ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും 35,000 രൂപയാണ്. 35,000 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ചേച്ചി ഏകദേശം ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. 35,000 രൂപ ഇതിന്റെ വില. നമ്മൾ മക്കാവിനെ മേടിക്കുന്നതിന് മുമ്പുള്ള സ്റ്റാർട്ടിങ്ങുകളാണ്. ഒന്ന് ആലോചിക്കുക. ഈ പച്ച ഇലക്കൊക്കെ ഇടയ്ക്ക് ഇവന്മാർ വന്നിരുന്ന എന്നാ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാനിത് കെട്ടഴിക്കുവാണ് കേട്ടോ. ഇനി ഇതിനെ കൈ കൊണ്ട് പിടിക്കണം കേട്ടോ. ഞാൻ ഓരോരുത്തർ പിടിക്കും. അപ്പോൾ നമ്മളിത് ഇത് അഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇത് ആർക്കാണ് കടി കിട്ടാൻ പോകുന്നത്? നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം സ്ഥിരമായിട്ട് കടി പിടിക്കുന്ന ആരാണ്. ആദ്യം ഞാൻ പിടിക്കാം കേട്ടോ. ഗൈസ് ചുണ്ടെന്ന് കാണിച്ചു കൊടുത്തേ. അയ്യോ, എനിക്ക് പേടിയാണ്. എനിക്ക് പേടിയാ, ഞാൻ പിടിക്കത്തില്ല. അന്ന് ആ കോക്ടെയിലിന്റെ കടി കിട്ടിയ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് പിടിക്കാനായിട്ട്. മമ്മി പിടിച്ചോ? മുറുക്ക് അടിക്കുന്നുണ്ടോ? ഭയങ്കര മുറുക്കാണ് അടിക്കുന്നത്. അയ്യോ,
എന്നാ വേണ്ട, നല്ല കടിയാണോ? കാണിച്ചേ, നമ്മുടെ കയ്യിൽ നിന്ന് കാണിച്ചു കൊടുത്തേ. അയ്യോ വേണ്ട വേണ്ട, നമുക്ക് തുറന്നു വെക്കാം. അയ്യോ അങ്ങനെ വേണ്ട കേട്ടോ, അങ്ങനെയാണെങ്കിൽ നമ്മളെ കടി മേടിക്കുന്നില്ല. വേണ, എൻ്റെ കയ്യിലൊക്കെ കയറി ഇരിപ്പുണ്ട് കേട്ടോ ഇവന്മാര്. ബാ. ഓ ഗൈസ്, നമ്മുടെ ഫീമെയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൻ പറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഫീമെയിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ മെയിലിലും കൂടെ ഇറക്കുവാണ്. വാടാ ചെറുക്ക, വാടാ, പേടിക്കാതെടാ, ബാ. പിടിക്കുന്നില്ലല്ലോ, കടിച്ച് ജസ്റ്റ് ഒരു കടി. ഒരു കാര്യം ചെയ്യും. ഓ നെറ്റപ്പോൾ ഇടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു സെറ്റ് മാറി ഇടിയൊക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ റോസെല്ല ഫീമെയിൽ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അടുത്തേക്ക് പോവാണ്. ദേ ഇരിക്കുന്നു. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫീമെയിൽ കേട്ടോ. ഫീമെയിൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവന് വലിയ പേടിയൊന്നും ഇതുണ്ടോ ഗൈസ്. കളർ എന്ന് പറഞ്ഞാൽ കളർ കോംബോ അടിപൊളിയാണ്. പേടിച്ചിരിക്കുവാണ്. ഒന്ന് പറഞ്ഞ് കാണിച്ചേ. മെയിൽ എവിടെ ഇരിക്കുന്നത്? മെയിലിനെ കാണിച്ചു തരാം. മെയിലൊക്കെ ശരിക്കും മടുത്തു കേട്ടോ, പറന്ന് മടുത്തു. അപ്പോൾ അവന്മാരോട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിൽ ഇപ്പോൾ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ബേർഡ് ശരിക്കും നമ്മുടെ റോസല്ലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവർക്ക് പേരിടാൻ വേണ്ടി പോവാണ്. അമ്മ ഓൾറെഡി ഒരു പേര് പറഞ്ഞു, നല്ല പേരായിരുന്നല്ലോ പെണ്ണിന്, റോസമ്മ. അപ്പോൾ പെണ്ണിന് നമ്മൾ റോസമ്മ എന്ന് പേരിട്ടിട്ടുണ്ട്. റോസല്ല റോസമ്മ ഏകദേശം ഒരുപോലത്തെയാണ്. ആണിൻ്റെ പേര് പറഞ്ഞപ്പോ ചേച്ചിയുടെ പേര് പറ. റോസമ്മയ്ക്ക് ചേരുന്നൊരു പേര് പറഞ്ഞേ. ഓക്കെ, മമ്മി പേരിട്ടിട്ടുണ്ട്. മമ്മി പേര് പറഞ്ഞേ. ലോനപ്പനും റോസമ്മയും. അടിപൊളി. അപ്പോൾ നമ്മുടെ പുതിയ കിളികളുടെ പേര് ലോനപ്പനും റോസമ്മ എന്നാണ്. അപ്പോൾ അമ്മ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. ചേച്ചിയൊക്കെ ഇവിടുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല പേരല്ലേ ലോനപ്പനും റോസമ്മയും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നാളത്തെ കാര്യം മറക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും, നാളെ നമുക്ക് വീഡിയോ ഇടണോ വേണ്ടോ എന്നുള്ളത്. കിളിക്കൂടിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ. അതുപോലെ തന്നെ താടിയുള്ള ആൾക്കാർക്കും താടിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞ പോലെ മൂസ്റ്റാക്കിൻ്റെ 2 പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇസ്മി സെബിൻ സിറിയ, പപ്പ, മമ്മി, ജിനോചാച്ചൻ, ചേച്ചി. മമ്മിക്ക് താടി വളർത്താൻ പറ്റത്തില്ല. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീസ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ വന്നു, ഇങ്ങോട്ട് മാറിക്ക്. ജിനോചാച്ചൻ ഫസ്റ്റ് അകത്ത് കയറട്ടെ. റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്ക്. ഓക്കെ, അങ്ങോട്ട് നോക്കുന്നത് എന്തിനാ? ഇല്ല, നോക്കരുതോ, കണ്ടോ ചേച്ചി, നോക്കരുത്. റോസപ്പനോ?